വയനാട് CPM വയനാട് ജില്ലാ സെക്രട്ടറി റഫീഖ് ചേരുകയാണ്. റഫീഖ്, ഇപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാകുന്നുണ്ട്. അന്ന് സുധാകരൻ പറഞ്ഞത് ശരിയായി വരുന്നുണ്ട്, എല്ലാവരും കുടുങ്ങും എന്നുള്ളത്. അവിടെ IC ബാലകൃഷ്ണനും ND അപ്പച്ചനും KK ഗോപിനാഥനും മാത്രമല്ല ആ ബ്ലഡ് മണി എന്ന് തന്നെ പറയേണ്ടി വരുന്നു. NM വിജയനെ കൊലയ്ക്ക് കൊടുത്ത പണം കിട്ടിയതിൽ K സുധാകരനുമുണ്ട്, VD സതീശനുമുണ്ട്, KPCC നേതൃത്വം ഒന്നടങ്കമുണ്ട്. എല്ലാവരും പെടുക തന്നെ ചെയ്യും. ആ കത്ത് അതാണ് സൂചിപ്പിക്കുന്നത്. 2022 NM വിജയൻ സുധാകരന് കത്തയച്ചിരുന്നു, ഇനി ആത്മഹത്യ മാത്രമേ മാർഗമുള്ളൂ എന്ന്. എന്ത് പറയാൻ കഴിയുന്നു ഈ സാഹചര്യത്തിൽ? തീർച്ചയായിട്ടും എല്ലാവരും ഇതിന്റെ ഭാഗമായി കുടുങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇവിടെ 2021 തന്നെ കൃത്യമായി KPCC പ്രസിഡന്റിന് NM വിജയൻ അദ്ദേഹത്തിന്റെ അവസ്ഥയും അതുപോലെ തന്നെ ആരൊക്കെയാണ് പണം തരാനുള്ളത് എന്നത് സംബന്ധിച്ചെല്ലാം കൃത്യമായി എഴുതിയിട്ടുണ്ട്. ആ കത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം IC ബാലകൃഷ്ണന്റെ കയ്യിലാണ് പണമുള്ളത്, അത് വാങ്ങിത്തരണമെന്നാണ്. പക്ഷെ ആ ഘട്ടത്തിൽ KPCC പ്രസിഡന്റ് ഉൾപ്പെടെ ചെയ്തത് NM വിജയനെ കുറ്റക്കാരനായി പറയുന്നതിൽ തന്നെയാണ് സ്വീകരിച്ചത്. പകരം IC ബാലകൃഷ്ണനും ആ പണം വാങ്ങി നൽകാൻ വേണ്ടി തയ്യാറായില്ല. അങ്ങനെ തയ്യാറായിരുന്നുവെങ്കിൽ ഇന്ന് 2 ജീവനുകൾ നഷ്ടപ്പെടില്ലായിരുന്നു. ആ 2 ജീവനുകൾ നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ച കാരണം എന്ന് പറയുന്നത് KPCC ഉൾപ്പെടെ എടുത്ത ഈ ഇങ്ങനെയുള്ള നിലപാടാണ്. KPCC തുടക്കം മുതൽ IC ബാലകൃഷ്ണനെ സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെട്ടതാണ് KPCC ഉൾപ്പെടെ ഈ അഴിമതിയിൽ പങ്കുണ്ട് എന്ന്. ഇവിടെ 2 പ്രധാനപ്പെട്ട 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചൊരു മനുഷ്യനും അതിന്റെ ഭിന്നശേഷിക്കാരനായ മകനും മരിച്ചിട്ടും ആ ഘട്ടത്തിലും ആ കുടുംബത്തെ ഉൾപ്പെടെ ആക്ഷേപിക്കാനാണല്ലോ KPCC പ്രസിഡന്റ് നേതൃത്വം സമയം കണ്ടെത്തിയത്. അന്തവും കുന്തവും ഇല്ലാത്ത കുടുംബമെന്ന് ഉൾപ്പെടെ ആക്ഷേപിക്കുന്ന നിലപാട് സ്വീകരിച്ചതാണല്ലോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ നിലപാട് സ്വീകരിച്ചത്? അവർക്ക് കൂടെ ഈ അഴിമതിയിലും തട്ടിപ്പിലും പങ്കുണ്ട് എന്നതുകൊണ്ടാണ്. ഈ മരണത്തിന് അവർക്ക് കൂടെ ഉത്തരവാദിത്തം ഉണ്ട് എന്നതുകൊണ്ടാണ്. മാത്രമല്ല, നിങ്ങൾ നോക്കൂ, NM വിജയന്റെ വീട്ടിലേക്ക് വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ കേസും എല്ലാം യഥാർത്ഥത്തിൽ വരുന്നുവെന്ന് കണ്ടപ്പോഴാണ് NM വിജയന്റെ വീട്ടിലേക്ക് കോൺഗ്രസിലെ ചില നേതാക്കൾ കടന്നു വന്ന് കുടുംബത്തോടൊപ്പമാണ് എന്ന പ്രഖ്യാപനം അത് തണുപ്പിക്കാൻ വേണ്ടി, പ്രതിഷേധങ്ങളും കുടുംബത്തിന്റെ ഭാഗത്ത് വരുന്ന പ്രതികരണങ്ങളും തണുപ്പിക്കാൻ വേണ്ടി കുടുംബത്തോടൊപ്പമാണ് എന്ന് പറയുന്ന നിലപാട് ആ ഘട്ടത്തിൽ സ്വീകരിച്ചല്ലോ. പക്ഷെ ഞങ്ങൾ ചോദിക്കട്ടെ, ഈ കോടതിയിൽ ഇപ്പൊ സ്വീകരിച്ച നിലപാടെന്താ? ഏറ്റവും മോശക്കാരൻ, ഇത്രയും നീചമായ ഒരു മനുഷ്യൻ ഉണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലാണല്ലോ NM വിജയനെ കുറിച്ച് കോടതിയിൽ കോൺഗ്രസിന്റെ പ്രതികൾക്ക് വേണ്ടിയുള്ള വാദം നടന്നിട്ടുള്ളത്. അവ കുടുംബത്തോടൊപ്പമാണ് എന്നൊരു ഭാഗത്ത് പറയുകയും പകരം കോടതിയിൽ അങ്ങേയറ്റം മോശമായി NM വിജയനെ ചിത്രീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യം കണ്ടു. അങ്ങനെ ഓരോ ഘട്ടത്തിലും കോൺഗ്രസിന്റെ നേതൃത്വം സ്വീകരിച്ച നിലപാട് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അവർക്കെല്ലാം പല കാര്യങ്ങളും മറച്ചുവെക്കാനുണ്ട് എന്നതും അവർക്കെല്ലാം ഈ അഴിമതിയും ഈ മരണത്തിന്റെയും ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യത്തിൽ വളരെ വ്യക്തമായ കാര്യങ്ങൾ വരികയാണ്. തീർച്ചയായും അങ്ങനെ വരുമ്പോൾ KPCC പ്രസിഡന്റിനെ ചോദ്യം ചെയ്യേണ്ടി വരും. തീർച്ചയായും ഇതിന്റെ ഭാഗമായി അവരെല്ലാം ഇതിന്റെ ഭാഗമായി വരുന്ന സ്ഥിതി വരും. കാരണം അവർക്കെല്ലാം വലിയ പങ്കിക്കാര്യത്തിലുണ്ട്. ആ 2021 കത്ത് കൊടുത്ത വേളയിലെങ്കിലും നിലപാട് KPCC നേതൃത്വം സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു മരണം വരില്ലായിരുന്നല്ലോ. എല്ലാം എഴുതിയതാണ് NM വിജയൻ. പക്ഷേ ആ നിലയുള്ള നിലപാട് സ്വീകരിക്കുന്നതിന് പകരം അന്ന് IC ബാലകൃഷ്ണൻ സംരക്ഷിച്ചു. മരിച്ചു കിടക്കുന്ന ഈ ഘട്ടത്തിലും NM വിജയന്റെ കുടുംബത്തെയും NM വിജയനെയും മോശമാക്കി ചിത്രീകരിക്കും. ആ സാഹചര്യത്തിൽ ഓർമ്മിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആത്മഹത്യാ കുറിപ്പിലടക്കം NM വിജയൻ പറഞ്ഞിരുന്നത്, ഈ സുധാകരൻ മന്ത്രിയായിരുന്ന സമയത്ത് വീട്ടിൽ വയനാട്ടിൽ വരുമ്പോഴൊക്കെ താമസിച്ചിരുന്നത് തൻ്റെ വീട്ടിലാണ്. NM വിജയൻ ആ കത്തിലൂടെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ട ചോറിന് നന്ദി പോലും ഇല്ലാത്ത തരത്തിലേക്ക് കോൺഗ്രസ് സുധാകരൻ മാറിയിരിക്കുന്നു. ആ കുടുംബത്തെയാണ് അവിടെ താമസിച്ചതിന് ശേഷമാണെന്ന് പറഞ്ഞത് അന്തവും കുന്തവും ഇല്ലാത്ത കുടുംബമെന്ന്. വളരെ കൃത്യമാണ്. ഈ അന്വേഷണം KPCCയിലേക്ക് എത്തണം, K സുധാകരനിലേക്ക് എത്തണം, VD സതീശനിലേക്ക് എത്തണം, ചെന്നിത്തലയിലേക്ക് എത്തണം. അങ്ങനെയല്ലേ വേണ്ടത്? അല്ല, തീർച്ചയായും കുറ്റക്കാരായ എല്ലാ ആളുകളിലേക്കും എത്തണം. ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിന്റെ കത്തിൽ സുധാകരനുമായുള്ള ബന്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, DCCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരവാഹിയാണല്ലോ DCCയുടെ ട്രഷറർ എന്ന് പറയുന്ന സ്ഥാനം. 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ആളാണല്ലോ അദ്ദേഹം. ബത്തേരി പഞ്ചായത്തിന്റെ പ്രസിഡന്റായി ഉൾപ്പെടെ പ്രവർത്തിച്ച മനുഷ്യനല്ലേ. അദ്ദേഹം മരിച്ചിട്ട് ഇത്ര ദിവസങ്ങൾ പിന്നിടുമ്പോഴും ആ വീട്ടിലേക്കൊന്ന് വരാൻ K സുധാകരൻ ഇതുവരെ തയ്യാറായോ? അദ്ദേഹത്തിന് അതിന് സമയം കിട്ടിയിട്ടില്ലല്ലോ. പകരം അദ്ദേഹം ആ കുടുംബത്തെ ആക്ഷേപിക്കുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടി നേതാക്കന്മാരായ DCC പ്രസിഡന്റ് ഇതിൽ 2ാം പ്രതിയാണ്. അദ്ദേഹത്തെ ഇതുവരെ ആ സ്ഥാനത്ത് മാറ്റാൻ തയ്യാറായിട്ടില്ല. MLA ഇപ്പോഴും ആ പദവിയിൽ തന്നെ തുടരുന്നു. ഈ ചോദ്യം ചെയ്യലിന് വേണ്ടി ഇപ്പൊ കോടതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ടല്ലോ, സമയബന്ധിത അറസ്റ്റാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് 3 ദിവസം ഈ പ്രതികളായിട്ടുള്ളവർ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഹാജരായി ചോദ്യം ചെയ്യലിന് വിധേയമാണല്ലോ. ഏത് കേസിലാണ്?
സ്വന്തം പാർട്ടിയിലെ ആൾ മരിച്ചതിന്റെ ഭാഗമായിട്ടുള്ള കേസിലാണ്. അങ്ങനെ വരുമ്പോഴും MLA സ്ഥാനം തുടരുകയാണല്ലോ. KPCC നേതൃത്വം എന്തുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്നില്ല? അപ്പൊ KPCC സുധാകരൻ ഉൾപ്പെടെ ആ വീട്ടിലേക്ക് ഉൾപ്പെടെ കടന്നു വരാത്തത് അദ്ദേഹത്തിന് ഉൾപ്പെടെ മടിയിൽ കനമുള്ളത് കൊണ്ടാണ്, അദ്ദേഹത്തിന് ഉൾപ്പെടെ ഇതിൽ പങ്കുള്ളത് കൊണ്ടാണ്. അല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ആ നിലയിലല്ലോ നിലപാട് സ്വീകരിക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം വളരെ കൃത്യമായി മുന്നോട്ട് പോകുമ്പോൾ ഇവരെല്ലാം മറുപടി പറയുന്ന അവസ്ഥയിലേക്ക് വരും. കേസ് അന്വേഷണം വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഈ വസ്തുതകൾ, രണ്ട് തരത്തിലുള്ള വസ്തുതകളാണ് പുറത്തു കൊണ്ടുവരുന്നത്. ഒന്ന്, തട്ടിപ്പുമായി, കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയം. മറ്റൊന്ന്, ഈ മരണത്തിന്റെ ഉത്തരവാദികളായവരെ സംബന്ധിച്ചുള്ള പരിശോധന. ഇത് രണ്ടും പരിശോധിക്കുമ്പോൾ തീർച്ചയായും DCC പ്രസിഡന്റും അതുപോലെ ബത്തേരി MLA IC ബാലകൃഷ്ണനും മാത്രമല്ല പ്രതി ചേർക്കപ്പെടുക, തീർച്ചയായും KPCC നേതൃത്വം ഉൾപ്പെടെ ഇതിൽ കുറ്റക്കാരായി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ നന്ദി ശ്രീ റഫീഖ് ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്.